കട്ലറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്യാതെ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 3/4 കിലോയോളം എടുത്തിട്ടുണ്ട്. ഇത് കുറേ വേറെ ആവശ്യത്തിനും കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പം മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ട് അത് മാത്രം ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ചെടുക്കുന്നത്, ചൂടോടുകൂടെ തന്നെ ഉടച്ചെടുക്കുക കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണയിൽ തന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, അതുപോലെ ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ 3 മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. റോസ് സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൂസായി പോകും, നമുക്ക് ശരിക്കും ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. എന്നിട്ട് നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പം ഇതൊരു 10 എണ്ണത്തിനുള്ള ഇതുണ്ട് കേട്ടോ. ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെക്കുക. മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല മൊരിഞ്ഞിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കട്ലറ്റ് റെഡി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അവരിത് കണ്ടോട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.